അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കുള്ള സുഖമല്ലേ? ഇന്ന് ഒരു പാനിപ്പൂരിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്ന് അതിലേക്ക് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് കുക്കറിലേക്ക് ഇടുന്നുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. ഒരു 3 ഉരുളക്കിഴങ്ങാണ്. ഇതാ ഗ്രീൻസ് കടലിടുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്ക്. എന്നിട്ട് കുക്കറിൽ നല്ല ഇതിലൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. ഒരു 5 വിസിലാവട്ട് വേവിട്ട് വെന്തതിന് ശേഷം കാണാം. ഒരു കഷ്ണം വെള്ളം ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പാനിപ്പൂരിക്ക്. ഇതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് പുളി ചമ്മന്തിയിട്ട് അതിൻ്റെ വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനി വെള്ളം ഉരുക്കിയത് ഒഴിക്കുന്നുണ്ട്. വെള്ളം ഉരുക്കിയ ആവശ്യത്തിന് ഉപ്പിടണം. 1 സ്പൂണ് മുളക് പൊടി. ഓണം ഇങ്ങനെ ഇളക്കിയിട്ട് പേസ്റ്റ് രൂപത്തിൽ ആക്കിയിട്ട് എടുക്കണം. നമ്മൾ ഉരുളക്കിഴങ്ങ് വെന്തോന്ന് നമുക്ക് നോക്കാം. നന്നായി വെന്ത് ഉരുളക്കിഴങ്ങ് ഞാൻ മാറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ പാനിപ്പൂരിക്ക് വേണ്ടിയിട്ട് ഗ്രീൻസ് കടലയും ഉരുളക്കിഴങ്ങും നന്നായി ഒന്ന് ഇത് ഉടച്ചെടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇത് നമുക്ക് ഉടച്ചെടുക്കാം. ഇത് നന്നായി ഉരുളക്കിഴങ്ങും കടലെല്ലാം നല്ല ഇതിൽ ഉടഞ്ഞ് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. കുറച്ച് ഉള്ളി ഇടുന്നുണ്ട് ഞാൻ. മല്ലിയില, പുതിനയില, ആവശ്യത്തിന് ഉപ്പ്, ജീരകപ്പൊടി 1 സ്പൂണ്, ചെറിയ ജീരകപ്പൊടിയാണ്. പിന്നെ മസാലപ്പൊടി 1 സ്പൂൺ ഇടുന്നുണ്ട്. പാനിപ്പൂരി മസാലപ്പൊടി 1 സ്പൂൺ ഇടുന്നുണ്ട് ഞാൻ. ഇത് നന്നായി ഒന്നിത് ഇളക്കാം. നന്നായി ഒന്ന് ഇളക്കാം. ഉപ്പ് പാകത്തിന് ഉണ്ടോ നോക്കണം നമ്മൾ. മസാല റെഡിയായി. ഇനി ബാക്കിയുടെ വീഡിയോ നമുക്ക് കാണാം. ഇതിലേക്ക് ഞാൻ പുതിനയില, മല്ലിച്ചപ്പ് ഇടുന്നുണ്ട്. ഒരു 2 കഷ്ണം ഇഞ്ചി കഷ്ണം ഇടുന്നുണ്ട്. ഒരു 3 കഷ്ണം ഇഞ്ചി കഷ്ണം, 2 പച്ചമുളക്, ഒരു മുറി ചെറുനാരങ്ങൻ്റെ നീര്, കുറച്ച് പുളിവെള്ളം, നമുക്കിത് നന്നായി അരച്ചെടുക്കാം. 1 സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. 1 സ്പൂണ് ജീരകപ്പൊടി ഇടുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട്. നന്നായി ഒന്ന് കലക്കാം. അങ്ങനെ നമ്മളെ കൂട്ടെല്ലാം ഇവിടെ റെഡിയായി. ഇനി നമുക്ക് പൂരി തയ്യാറാക്കാം. പൂരി ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് പൂരി പൊരിച്ചിട്ടെടുക്കാം. അങ്ങനെ നമ്മൾ കോരി എടുക്കുന്നുണ്ട്. എല്ലാം ഇവിടെ റെഡിയായി. എന്ന് നമുക്ക് പാനിപ്പൂരി ഫില്ല് ചെയ്യുന്നത് കാണാം.
അങ്ങനെ ഇത് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഞാൻ തിന്നുന്നു. എൻ്റെ മക്കളെ ഇത് തിന്ന് നോക്കണം. ഓ എല്ലാവരും പരക്കും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കണം. നല്ല എളുപ്പത്തെ കാര്യമാണ് ഇത്. വേഗം ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. നല്ല അടിപൊളിയാണ്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന മക്കളെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മക്കളെ. വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. നമുക്ക് അസ്സലാമു അലൈക്കും.